നമസ്കാരം. ഞാൻ വിനു ടൗൺ ഹോം കെയർ. ഇത് ഞങ്ങളുടെ ഒരു റിനോവേഷൻ പ്രൊജക്റ്റായിരുന്നു. കൊല്ലം മരത്തടിയിലായിരുന്നു. ഞങ്ങളുടെ ഒരു UK-യിലുള്ള ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റിനോവേഷൻ ആയിരുന്നു. ഇതിന്റെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടൈലും ഒരു ഗ്രാനൈറ്റോടുള്ള ഒരു കോംബോ ആയിട്ട് കുറച്ച് വലുതാക്കി സിറ്റ് ഔട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇതിന് ചെറിയ രൂപമാറ്റങ്ങൾ മാത്രമേ ഞങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ഹോള് നമ്മൾ ഫുള്ള് ടൈല് പാകി വൃത്തിയാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബ്ലൈൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പ്രയറിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബെഡ്റൂമുകളിലൊന്നും നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല. രൂപമാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ വരുത്തിയിട്ടില്ല. ആകെ വരുത്തിയത് ഇതിന്റെ ഫ്ലോറിങ് നമ്മൾ മാറ്റി, പിന്നെ ഇത് കംപ്ലീറ്റ് പെയിന്റ് ചെയ്തു. ഇതൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു റിനോവേഷൻ ആയതിന്റെ പേരിൽ ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മള് പ്രത്യേകിച്ച് കാര്യങ്ങൾ ടൈലും ഈ ഫ്ലോറിങ്ങും മനോഹരമാക്കി. പിന്നെ നമ്മളൊരു ബാത്റൂം ഏറ്റവും പുതിയ രീതിയിൽ ഒരു ബാത്റൂം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളും എല്ലാം ഇട്ട് വാഷിംഗ് ക്ലോസറ്റും ഷവർ ഏരിയയും അതേപോലെ തന്നെ ആധുനികമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനും നമ്മൾ ബ്ലൈൻഡ്സ് കൊടുത്ത് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കിച്ചണാണ് ഇതിന്റെ ഹൈലൈറ്റ്. കിച്ചൺ ഇതാദ്യം ഇവിടെ ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു. ആ ചിമ്മിനിയെ നമ്മൾ പൊളിച്ചു മാറ്റിയിട്ട് നമ്മളവിടെ സീലിംഗ് ചെയ്തിട്ട് ഇവിടെ അടുപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയൊരു കിച്ചൺ. പിന്നെ നാനോവൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് സ്റ്റോറേജ് സ്പേസുകൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫുൾ സ്റ്റോറേജ് സ്പേസ് മേലും താഴെയും എല്ലാം കൊടുത്തു. അതിന് കൂടാതെ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഒരു ഏരിയയും അതിനെ ഇൻക്ലൂഡ് ചെയ്തു. കിച്ചണിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ഫ്രിഡ്ജിനും ഈ കിച്ചണിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു.